അമ്മക്ക് മരുന്ന് തേക്കുന്നത് ഇന്നലെ മരുന്നൊന്നും ഇട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് കൂടുതലായി. ഇന്നലെ കുറേ പനിയിലായതുകൊണ്ട് മരുന്ന് തേച്ചിട്ടിടാൻ ഒരു കൈ വേദന എടുക്കുന്നു. എനിക്ക് വയ്യുന്നില്ല, കൈ വേദന എടുക്കുന്നു. അങ്ങനെ ഇന്നലെ ഞാൻ ഒരു ദിവസം വേണ്ടാന്ന് വെച്ച് മരുന്ന്. പിന്നെ അപ്പോഴേക്കും രാത്രി വല്ലാത്തൊരു തലവേദന എടുക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇന്ന് കുറേ പ്രാവശ്യം ഇന്നലത്തത് തലക്ക് മരുന്നിടാത്തതുകൊണ്ട് അങ്ങനെ ഇടണമെന്ന് പറഞ്ഞിട്ടാ. എന്നാലും മാറിയതാന്ന്. പിന്നെ വീണ്ടും വന്നു. ഇന്നലെ ഒരു ദിവസം എനിക്കും വയ്യ, കൈവേദന എടുത്തിട്ട് വരുന്നില്ല. അങ്ങനെ മരുന്നിടാത്തപ്പോൾ നമുക്ക് തലവേദന കൂടും. ഞാൻ കാരണം തലവേദന അതല്ല പറഞ്ഞിട്ടുള്ളത്. ഹായ് മാഡം, ഹായ് മാഡം. നമുക്കറിയില്ലല്ലോ, നമുക്ക് സംഭവം ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ എന്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കും. നമ്മളെന്ത് കയ്പ്പക്ക കറി എന്ന് പറഞ്ഞാൽ കയ്പ്പക്ക ചെറിയ കഷ്ണം ആയിട്ട് മുറിച്ചിട്ട് വേവിക്കും, അതിൽ ഉപ്പിട്ട് വേവിക്കും. പിന്നെ വെള്ളം ഇടും, വെന്ത് കഴിഞ്ഞിട്ടേ വെള്ളം ഇട്ടുള്ളൂ. ഇവരെ കറിയാണ്. വെള്ളം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയും മുളകും അരക്കും. കുറച്ച് കാരം വേണം, അരച്ചിട്ട് മാങ്ങ മുറിച്ചിടും, പച്ചമാങ്ങ. ഇതെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുമ്പോൾ ലാസ്റ്റാണ് മാങ്ങ മുറിച്ചിടുന്നത്. എന്നിട്ട് ഈ അരവിട്ട് കടുക് വറുക്കുന്നത്. എനിക്ക് പാകുണ്ട്. നിങ്ങൾക്കൊന്നും നമ്മളവർക്കൊന്നും വെള്ളമിട്ട കറി അത്ര ഇഷ്ടമല്ലല്ലോ. ഇവർക്കെല്ലാം വെള്ളമിട്ട കറി തന്നെ വേണ്ട. അമ്മക്ക് വെള്ളമിട്ട കറിയെങ്കിലും കുറേ കഴിക്കും ചോറ്. പിന്നെ വറവെന്താക്കുന്നമ്മ? പല്യാത്ത മാടതു. പല്യ എന്ന് പറഞ്ഞാൽ വറവെന്താക്കുന്നു? പല്യാത്ത ಮಾಡದು അല്ല, നിಮಗೆ ಬೇಡ പല്യ? നമുക്ക് പല്യ വേണ്ടി വരും. ഇതുണ്ട് തൊണ്ടക്കായ അറിഞ്ഞാൽ കോയക്ക ഉണ്ട്. നമ്മളതിൽ പിടിച്ചതല്ല, നമ്മളതിൽ നട്ടിട്ടുണ്ട്, പന്തലെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇലയെല്ലാം എടുക്കണം തോന്നുന്നു. ഇലയെല്ലാം എടുത്ത് ഇന്നലെ കുറച്ച് ഇല എടുത്തു. ഒരു 3 വണ്ട് പിന്നെ കോയക്ക പിടിച്ചിട്ടുണ്ടായി. അതിൽ 2 എണ്ണം പോത്തത്, ഒന്നേ കിട്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറച്ചെല്ലാം പിന്നെ പന്തലിൽ നിന്ന് എടുത്തു. പന്തൽ കുറച്ച് മേലെ ആയിപ്പോയി. എനിക്കറിയില്ല, അതിൻ്റെ ഇലയെല്ലാം എടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ മരുന്ന് തേച്ചോണ്ടുണ്ട്. ഇന്നലെ മരുന്നിടാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി. രാത്രി പിന്നെ ഈ 2 മണിക്കെല്ലാം അമ്മ വിളിച്ചിട്ട് മരുന്ന് തലവേദന. എനിക്ക് ഈ ഉറക്കിന് മരുന്ന് തേക്കാൻ കഴിഞ്ഞിട്ട് എങ്ങനെയെല്ലാം കടിച്ച് പിടിച്ചിട്ട് രാവിലെയായി. ഇങ്ങനെ രാവിലേക്ക് പോയി, നമുക്കങ്ങനെ തലവേദന. അപ്പോൾ ഇപ്പം മരുന്നെല്ലാം തേച്ചിട്ട് വെച്ചെങ്കിൽ പിന്നെ ഇത് വേര് അരക്കച്ച് വെള്ളത്തിൽ, അരി കഴുകിയ വെള്ളത്തിൽ ഇതിടണം. ഇത് വേര് ഏകനായക വേര്, ഈശ്വര വേര്, രക്തചന്ദനം, ചന്ദനം, പിന്നെ എന്തോ ഒരു വേരുണ്ട്, എനിക്കറിയില്ല പേര് മറന്നു. ഇപ്പം അമ്മ ഉറങ്ങുന്നുണ്ട്, അമ്മനെ കാണുന്നുണ്ട, അമ്മ ഉറങ്ങുന്നു. പിന്നെ ചോറായി. ഞങ്ങൾക്ക് അരിച്ചട്നി ആക്കിയിട്ട്, അരിച്ചട്നിക്ക് പിന്നെ നമ്മൾ അലുമിനിയം ഉരുളിയിലാണ് ആക്കുന്നത്. അത് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇടും കടുക്, ഉഴുന്ന് പരിപ്പ്, മെത്തയെന്ന് പറഞ്ഞാൽ ഉലുവ, ഇതെല്ലാം ഇട്ട് ഒരു പച്ചമുളക് ഇട്ട് കരിയാമ്പിട്ട് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് തേങ്ങ അല്ലെങ്കിൽ വെന്തില്ലെങ്കിൽ പുളി വരും. വൈകുന്നേരം വരെ
വെക്കുന്നതല്ല, വൈകുന്നേരം വരെ വൈകുന്നതല്ല. അതുകൊണ്ട് തേങ്ങ ഇടും. തേങ്ങയെല്ലാം തിളച്ചിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് വരുമ്പോൾ അരി ഇടും. അരി ഇട്ടിട്ട് എണ്ണയിൽ ഇളക്കിയിട്ടാകുമ്പോൾ അതങ്ങനെ മൂടി വെക്കും. തിളച്ചിട്ടാകുമ്പോൾ ചെറുപ്പം ചെയ്യാം. നമുക്ക് നല്ലോണം വേവണം. വെന്തൊടെയാണ് തണിച്ചിട്ടാകുമ്പോൾ കുറച്ച് കട്ടിയുണ്ട്. ഞാനും ഇതിൻ്റെ കഴിച്ചിട്ട് എനിക്ക് വേറെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീടി കൊണ്ടുപോകാനുണ്ടായിന്. അങ്ങനെ പിന്നെ അത് തന്നെ അമ്മ തന്നെ കഴിച്ചു. വലിയൊരു തൃപ്തിയിൽ കഴിച്ചതല്ല, എന്നാലും കഴിച്ചു. 2 തരം ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കഴിച്ചു. എനിക്ക് ഇന്ന് വീട് കൊണ്ട് നാളെ സേമിയാക്കും. നാളെ വീടി കൊണ്ടുപോകാനില്ല. അമ്മ പറഞ്ഞണ്ട ഓള് വേറെ ആക്കിട്ട് അവള് മണ്ണ് തിന്നുന്നേന്ന് എന്തെല്ലോ പറയൂ. പ്രായമുള്ളവരെ വാക്ക് കേട്ടില്ല. അത്രയും ക്ഷമയുള്ളവർ മാത്രമേ ഈ പ്രായമുള്ളവരെ നോക്കുള്ളൂ. അവർ ചില പ്രായമുള്ളവർ പാവാണ്. പിന്നെ വിദ്യാഭ്യാസം ഇതൊന്നും ഇല്ലാത്തവർ അടിയിൽ ചുരുണ്ട് കൂടി കിടക്കും ചില. അപ്പോൾ ഈ അമ്മക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസവും അറിവും നല്ല ഇതുണ്ട് ഈ അമ്മക്ക്. അപ്പോൾ ഈ അമ്മ എന്തല്ലോ പറഞ്ഞത് കറിയാക്കാനും ബോധമില്ല. 12 മണിയാണ് നമ്മൾ 2 മണിക്ക് ചോറ് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോഴേ 1 മണിയാകുമ്പോൾ കറിയാക്കും. പിന്നെ അമ്മക്ക് തണിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചൂടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു 1 മണിക്ക് കറിയാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാവരും ബോധമില്ല എന്ന് പറയുന്നു. എന്നാ പറയും, എന്തല്ലോ പറയും. അത് നമ്മൾ കേട്ടില്ല എന്ന് വിചാരിക്കണം. അത് ഞാൻ 26, 27 ലീവല്ലേ, അങ്ങനെ നമുക്ക് തലവിശി. അതിൻ്റെ കൂടി വഴക്കായി. തലവിശി ആയതുകൊണ്ട് പിന്നെ അമ്മ പറയുന്നു വേറൊരു ചെറിയ പെണ്ണിനാക്കുന്നു. ആ പെണ്ണിനെ അമ്മേനെ പുറത്ത് കൊണ്ടുപോകാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അമ്മ പറയുന്നു ആ പെണ്ണിനെ ആക്കണ്ട, വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇപ്പുറത്തെ റൂമിൽ ഓൾ എൻ്റെ വീട്ടിലേക്ക് ഉത്സവം നോക്കാൻ വരുന്നു എന്ന് പറയുന്നു. ആ ഉത്സവം നോക്കാൻ വരുന്നു എന്ന് പറഞ്ഞോളെ ഈടാക്കാൻ പറ്റുമോ എനിക്ക്? അപ്പോൾ ഓളെന്ത് വിചാരിക്കും? അപ്പോൾ പിന്നെ വേറൊരു പെണ്ണും കൊണ്ട് പത്മാവതി. അവൾ വന്നാൽ അടിക്കില്ല, തുടക്കില്ല, അമ്മനെ കുളിപ്പിക്കില്ല, ബാത്റൂം കഴുകില്ല, വേസ്റ്റ് പോലും കളയില്ല. പിന്നെ അവർ വന്നിട്ട് ഈ 500 ഉറുപ്പ്യം കൊണ്ട് പോകും. എന്താന്ന് വേസ്റ്റ് പോലും കൊണ്ടുപോയില്ല. ബാത്റൂമിൽ പോകാൻ കഴിയുക 2 ദിവസം. 1 ദിവസം ലീവാണെങ്കിൽ സാരില്ല, 2 ദിവസം ലീവ് എടുത്ത് ഒന്നും എടുക്കില്ല. പിന്നെ മിക്സി ജാമാക്കിയിട്ട് അതാണ് കുക്കറിൻ്റെ വലിയ ഒരു വീടിയിലെല്ലാം കൊണ്ട് വരും. അപ്പോൾ വീടിൻ്റെ ഇലയും കൊണ്ട് വരും. ഈ ഗ്യാസിൽ വെച്ചിട്ട് വലിയ തിരിയാക്കിയിട്ട് വീടിക്കിരിക്കും. ഗ്യാസിൻ്റെ ആ കുക്കറിൻ്റെ ഇതില്ലേ കൈ, അത് കത്തിയിട്ട് ഉരിയുന്നവരെ അറിഞ്ഞിട്ട് അത് ഞാൻ 60 ഉറുപ്പിക കൊടുത്തിട്ട് അത് ശരിയാക്കി. കുക്കറ് മിക്സി അതെ ജാമായിട്ട് അവർക്ക് എടുക്കാണ്ട് ഞാൻ വന്നിട്ട് താഴെ കൊടുത്തിട്ട് 30 ഉറുപ്പിക കൊടുത്തിട്ട് അത് എടുപ്പിച്ചു. ഇതേ പണി എനിക്ക്. അപ്പോൾ അവരെ വിളിക്കുന്നു പറഞ്ഞു. എനിക്ക് അവരെ വിളിച്ചാൽ എനിക്ക് എൻ്റെ പൈസയും പോയി, എനിക്ക് കുറേ ചിലവ് വന്നു. പിന്നെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന് മിക്സിയല്ല കൈകാര്യം ചെയ്യാനാണ്. അമ്മേനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയും. അത് ഭയങ്കര പാമ്പസ് കെട്ടാനാണ്. അത്ര പറഞ്ഞു കൊടുത്താലാണ്. അത് അമ്മ പറയുന്ന പത്മാവതിനെയും കൂടി ആക്കുന്നു. പത്മാവതി അങ്ങോട്ട് പുറത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരും. പുറത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു, വേറെ ഒന്നുമില്ല. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ആരെ കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു പെണ്ണുണ്ട് നല്ല മുടിയെല്ലാം അയച്ച്, ആ പെണ്ണിനെ വേണ്ട. ഇവർക്ക് ഇഷ്ടപ്പെട്ടവരെ കിട്ടണം. ചൊടി വന്നു ഈ അമ്മയുടെ അടുത്ത് ഞാനല്ല അത് പറയുന്നത്. അത് ഞാൻ നിങ്ങളോട് പറയുമ്പോ പറയും നറക്കട്ടെ ബായി. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.
ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഇത്രയേ ഉള്ളൂ. നാളെ എന്തെങ്കിലും പറയാനുണ്ടാവും. തരുവായിരിക്കും ഈശ്വരൻ എന്തെങ്കിലും പറയാൻ. എന്തെങ്കിലും നാളത്തെ കാര്യങ്ങൾ നാളത്തെ കാര്യം ഇത്രയും. ഓക്കെ, ബൈ ബൈ. ടാറ്റ മാಡು, ടാറ്റ മാಡು, ಟಾಟ ಮಾಡು, ಟಾಟ ಮಾಡು. അമ്മ പറയുന്നുണ്ടായി ആര് സത്തോളൂ.